നല്ല നാടൻ വെള്ളരിക്ക മാങ്ങാക്കറി. ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. സമ്മർ ആയി കഴിഞ്ഞാൽ വീക്കിലി 1-2 തവണ ഇത് എല്ലാവരും ഉണ്ടാക്കിയിരിക്കും വീട്ടിൽ, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് കഴിക്കാൻ നല്ല സുഖമുള്ളൊരു കറിയാണത്. നല്ല സൂത്തിങ് ആയിട്ടുള്ള കറിയാണത്. മാത്രമല്ല, പണ്ട് കാലം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും യൂസ് ചെയ്യാനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു സീസണിൽ നമ്മുടെ ശരീരത്തിനെ ഹാൻഡിൽ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുക. പിന്നെ ഈ ഒരു കറിയുടെ കാര്യം പറഞ്ഞാൽ വെള്ളരിക്കയും പച്ചമാങ്ങയും നന്നായി ബോഡി കൂളൻ പ്രോപ്പർട്ടി ഉള്ളതാണ്. മാത്രമല്ല ഫൈബ്രസും ആണ്. ഈ കാലാവസ്ഥയിൽ സമ്മറിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊക്കെ നീക്കാനും ഇത് രണ്ടും സഹായിക്കും. പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്ത് കഴിക്കുന്നോ അതാണ് നിങ്ങൾ. നമ്മൾ അതത് സമയത്ത് ബുദ്ധിപൂർവം ഭക്ഷണം തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡി നമുക്ക് പണി തരും. അപ്പോൾ എല്ലാവരും ടേസ്റ്റിന് പുറകെ പോവാതെ ഭക്ഷണം ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം വെള്ളരിക്കയും ഒരു 100 ഗ്രാം പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വച്ചിട്ടുണ്ട്. ഇതിലുള്ള വെള്ളരിക്ക മാത്രം ഞാൻ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ കീറിയിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ആകുമ്പോൾ എരിവ് ബാലൻസ് ആയിക്കോളും. ഇത് അധികം എരിവ് എടുത്ത് നിൽക്കുന്ന ഒരു കറിയല്ല കേട്ടോ. അതുകൊണ്ട് പച്ചമുളകായാലും ചുമന്ന മുളകായാലും സൂക്ഷിച്ച് ചേർക്കണേ. ഞാൻ ഇപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയുടെ ലെവലിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അടച്ചു വെച്ച് വേവിക്കാം. വെള്ളരിക്ക ഒരു 1/4 പാകാവുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരയ്ക്കാം. ഇത് 2 രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ജീരകം ചേർത്തിട്ടും ജീരകം ചേർക്കാതെയും ഉണ്ട്. എനിക്ക് ജീരകം ചേർക്കാതെയുള്ള വേർഷനാണ് ഇഷ്ടം. അപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ചെക്ക് ചെയ്തിരുന്നു. വെള്ളമൊന്നും വറ്റിയിട്ടില്ല, പാകത്തിനായിട്ടേ ഉള്ളൂ. ഇപ്പം തുറന്നപ്പോൾ ഇതാ വെള്ളരിക്ക ഏകദേശം 1/4 പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ രഹസ്യമാണ്. ഇത് സാധാരണ ആരും ചെയ്യാറില്ല, ഞാൻ വീട്ടിൽ ചെയ്യുന്നതാണ്. മാങ്ങയും ഇഞ്ചിയും നല്ല കോമ്പിനേഷനാണ്. ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് ലെവലപ്പ് ആക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളുടെ ലെവലിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1.5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. മാങ്ങ കൂടുതൽ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1.5 മിനിറ്റ് മാത്രം മതി എന്ന് പറഞ്ഞത് കേട്ടോ. ഈ ഒരു കറിക്ക് ശരിക്കും യൂസ് ചെയ്യുക നല്ല പച്ചമാങ്ങയാണ്. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു മാങ്ങയിൽ ഒരു ചെറുതായിട്ടൊരു മധുരിപ്പ് ഉണ്ടായിരുന്നു. അത് കറിക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് കൊടുക്കും. അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങാ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. പക്ഷെ ഉടഞ്ഞ് നാര് പോലെ ആയിട്ടില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ നാര് പോലെ ആയിട്ട് കറി ഒരു കുഴഞ്ഞ രൂപത്തിൽ കിടക്കും. അതുകൊണ്ടാണ് 1.5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ കൺസിസ്റ്റൻസി ആവശ്യമുണ്ടോ അതിന് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കിയിട്ട് മൺപാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി ഒന്ന് വലിയും. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഇതൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് വെക്കുന്നത്. ഒരുപാട് വെള്ളവുമല്ല, ഒരുപാട് കട്ടിക്കുമല്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് വെക്കുന്നത് കേട്ടോ. വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഞാനൊരു മീഡിയം കൺസിസ്റ്റൻസി ഇതേപോലെയാണ് വെക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായി ഒന്ന് തിളച്ച് വരണം. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് തിളച്ചാൽ മതി.
തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു അരോമയ്ക്ക് വേണ്ടിയിട്ട്. ഉടനെ തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. ഒരു 3/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, കറി ലീവ്സ് ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് വലിയ കറി ലീവ്സ് ആണ്, വലിയ ഇലയാണ്, അതുകൊണ്ടാണ് ഒന്ന് മാത്രം എടുത്തത്. 2 എണ്ണം വേണമെങ്കിലും എടുക്കാം. താളിക്കാനുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. പിന്നാലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ ഇത് കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാ നമ്മുടെ കറി റെഡിയാണ്. മൺപാത്രത്തിൽ കിടന്ന് വറ്റി പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ടൈം വെള്ളരിക്ക മാങ്ങ കറി വെക്കുമ്പോൾ ഇഞ്ചി ചേർക്കാൻ മറക്കല്ലേ. രഹസ്യമാണ്, ആരോടും പറയണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.